മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് ഇഡിയുടെ സമൻസ്. വെള്ളിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. CMRL ഉദ്യോഗസ്ഥരടക്കം 9 പേർക്കും ഇഡി സമൻസ് അയച്ചു. വീണ വിജയൻ ഉൾപ്പെടെ 9 പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കാനാണ് ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. വീണ വിജയനെയും CMRL MD ശശിധരൻ കർത്തേനെയും വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരെ കൂടാതെ CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, CMRL ചീഫ് ജനറൽ മാനേജർ KS സുരേഷ് കുമാർ എന്നിവരെയും ഉൾപ്പെടെ 9 പേരെയാണ് വിളിച്ചു വരുത്തുക. ഒപ്പം CMRLന്റെ മറ്റ് ജീവനക്കാരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട്. എന്തായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയാണ് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം നിലനിന്നിരുന്നു. അതും പിണറായി വിജയനെ ഉൾപ്പെടെ വീട്ടിൽ തടഞ്ഞു വെച്ചു ഇഡി ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പാർട്ടിയുടെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഷേധമുണ്ടായത്. വാഹനങ്ങളൊക്കെ ഇഡിയുടെ വാഹനത്തിന് നേരെ കയ്യേറ്റ ശ്രമം വരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇഡി ഈ അന്വേഷണം വേഗത്തിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 2 തവണയാണ് ഹൈക്കോടതിയിൽ നിന്നും CMRLന് തിരിച്ചടി സംഭവിച്ചത്. അന്വേഷണവുമായി ഉന്നത ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകട്ടെ എന്നൊരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരു സാവകാശം ആവശ്യപ്പെട്ടെങ്കിൽ പോലും അന്വേഷണം തടയേണ്ടതില്ല എന്ന നിലപാടിൽ ഹൈക്കോടതി എത്തി. അതോടൊപ്പം തന്നെയാണ് ഇന്നലെയാണ് ഈ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് SFOയുടെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി കോടതിയെ സമീപിക്കുകയും ആ രേഖകൾ കൈമാറാനുള്ളൊരു ഉത്തരവ് നൽകുകയും ചെയ്തത്. ഇതൊക്കെ കണക്കിലെടുത്താണ് അടുത്ത ഘട്ടമെന്നോണം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. എന്തായാലും സമഗ്രമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും വീണ വിജയന് നേർക്കുണ്ടാവുക. പ്രത്യേകിച്ച് 12 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു. വീണ വിജയന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ഇതിന്റെ എല്ലാം തെളിവുകൾ നിരത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം കടക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.